താലി. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മണിമല എന്ന ഗ്രാമത്തിലെ വലിയ കുടുംബമാണ് തെക്കേടത്ത് തറവാട്. അവിടുത്തെ മോഹനനും രാധികയ്ക്കും 5 മക്കളാണ്. സേതുലക്ഷ്മി, അശോകൻ, അഖിൽ, അരുൺ, നിഖിൽ. സേതുലക്ഷ്മി കല്യാണം കഴിഞ്ഞ് വീടിനടുത്ത് താമസിക്കുന്നു. ഭർത്താവ് രാഘവൻ, മകൻ രാഹുൽ. അശോകൻ കല്യാണം കഴിഞ്ഞു. ഭാര്യ ലക്ഷ്മി, മക്കൾ അഭിലാഷ്, നീലിമ, അനുപമ. അഖിലിന്റെ ഭാര്യ മായ, മകൾ നിത്യ. അരുണിനും ഗായത്രിയും കുട്ടികളായിട്ടില്ല. നിഖിലിനും നയനക്കും ഒരു മകൾ. എല്ലാവരും സന്തോഷത്തോടെ ഒരു കുടുംബം പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. നിഖിലും നയനയും എഞ്ചിനീയറായിരുന്നു. പ്രണയ വിവാഹമായിരുന്നു അവരുടെ. അശോകൻ കട നടത്തുന്നു. അഖിൽ വില്ലേജ് ഓഫീസർ, അരുൺ അധ്യാപകൻ. നയന, നീ റെഡിയായോ? ഞാൻ റെഡി, ഇപ്പൊ വരാം. അന്നൊരു സന്തോഷ ദിവസമായിരുന്നു. നിഖിലും നയനയും സന്തോഷത്തോടെ ജോലിക്ക് പോകാൻ ഒരുങ്ങി. അവർ പണിത ഫ്ളാറ്റിന്റെ ഉദ്ഘാടനമായിരുന്നു അന്ന്. രണ്ടുപേരും കാർ എടുത്തില്ല, ബൈക്കിനാണ് പോയത്. ഫ്ളാറ്റിലെ പരിപാടികൾ ആഘോഷമായി നടന്നു. വൈകുന്നേരം അവർ മടങ്ങി. അടിപൊളിയായിരുന്നു അല്ലേ നിഖി? പിന്നില്ലാതെ പൊളിച്ചില്ലേ നമ്മള്? എത്ര കാലത്ത് കഷ്ടപ്പാടും കാത്തിരിപ്പ എല്ലാം ഇന്നത്തോടെ തീർന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് മോളുടെ കൂടെ ഒരു ചെറിയ ആഘോഷം കൂടി വേണം. അതെന്താ ആഘോഷം? മോളെയും കൂട്ടി ഒന്ന് പുറത്തു പോയി സിനിമയെ കണ്ട് ഫുഡ് കഴിച്ച് തിരിച്ചു തരാം. ഓക്കെ ഡബിൾ? ഓക്കെ. മോള് കാത്തിരിക്കും, വേഗം വിട്ടോ. പെട്ടെന്ന് എതിരെ വരുന്ന ലോറി അവരുടെ ബൈക്കുമായി കൂട്ടിയിടിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേരും മരിച്ച്. തെക്കേടത്ത് കുടുംബം നിശ്ചലമായി. കാലം വീണ്ടും കടന്നുപോയി. പതുക്കെ എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മക്കൾ വലുതായതോടെ പിന്നീട് അവരുടെ ജീവിതകാര്യങ്ങളെക്കുറിച്ചായി ചർച്ചകൾ. അശോകന്റെ രണ്ടാമത്തെ മകൾ നീലിമയും സേതുലക്ഷ്മിയുടെ മകൻ രാഹുലും തമ്മിലുള്ള വിവാഹം ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ചതായിരുന്നു. രാഹുലും നീലിമയും കോളേജിൽ ഒന്നിച്ചാണ് പോകുന്നത്. നീ വരുന്നില്ലേ? സമയം കുറെ വൈകി, വേം വാ. ഞാൻ വരുന്നില്ല, രാവിലെ പോയിക്കോ. ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. അതെന്താടി? നമ്മുടെ കാര്യം കോളേജിൽ മുഴുവൻ പാട്ടാം, എല്ലാവരും കളിയാക്കുക. എനിക്ക് വയ്യ, നാണാവുന്നു. അയ്യോടി, ഒരു നാണക്കാരി വന്നേക്കുന്നു. എടി, നീ എന്റെ പെണ്ണാണ് നമ്മുടെ വീട്ടുകാർ വേണ്ടി തീരുമാനിച്ച. പിന്നെ കോളേജിൽ പാട്ടാണെങ്കിൽ അതിനിപ്പോ എന്താ? എന്ത് വന്നാലും നിന്നെയും കൂടെ ഞാൻ പോകും. അതുകൊണ്ട് എന്റെ മോള് വേഗം പോയി ബാഗ് എടുത്തിട്ട് വാ. വേണോ രാവിലെ ഏട്ടാ? വേണം മോളെ, വേഗം ചെല്ല്. കോളേജ് ക്യാമ്പസിൽ അവരുടെ പ്രണയം അലയടിച്ചു. കൂട്ടുകാരെപ്പോഴും കളിയാക്കും. ഒരു നേരം പോലും അവർ കാണാതിരിക്കില്ല. പഠിത്തം കഴിഞ്ഞ് രാഹുൽ ബാങ്ക് കോച്ചിങ്ങിന് പോയി. നീലിമ എഞ്ചിനീയറിങ്ങിനും. വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർ എപ്പോഴും സംസാരിക്കും. അങ്ങനെ മാസങ്ങൾ അതിവേഗം കടന്നുപോയി. രാഹുലിന് ബാങ്ക് മാനേജറായി ജോലി കിട്ടി. നീലിമ എഞ്ചിനീയറുമായി. രാഹുലേട്ടാ, നമുക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പൊ 2 വർഷത്തോളായി. നമ്മുടെ യുവാക്കാര്യത്തെ പറ്റി ആരൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി? അറിയില്ല, ഞാനും അതിനെ ആലോചിക്കുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കാം. എന്നിട്ടും മാറ്റില്ലെങ്കിൽ നമുക്ക് തന്നെ നേരിട്ട് കാര്യം ചോദിക്കാം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അശോകൻ സേതുലക്ഷ്മിയുടെ നീലിമയുടെ രാഹുലിനെ കല്യാണക്കാരും പറഞ്ഞു. സേതു, ഇനി നീട്ടി വെക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് പിള്ളേരുടെ കല്യാണം നടത്തണം. വേണം, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അങ്ങനെ നിശ്ചയം തീരുമാനിച്ചു. ആദ്യ വിവാഹമായതുകൊണ്ട് എല്ലാം വീട്ടിൽ വെച്ച് നടക്കട്ടെ എന്ന് അശോകൻ തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയം നന്നായി നടത്തി. കല്യാണം 1 മാസം കഴിഞ്ഞ് മതിയെന്ന് തീരുമാനിച്ചു. മോളെ നീലൂട്ടി, ഇങ്ങോട്ട് വാ, ചേട്ടൻ്റെ അടുത്തോട്ട് വാ. ഒരു ഇടി അങ്ങ് തന്നാലുണ്ടല്ലോ, ചേട്ടൻ്റെ വീട്ടിൽ പോയി കിടക്കും. കല്യാണം കഴിയുന്നതിന് എൻ്റെ അടുത്ത് വന്നു പോയത് കേട്ടല്ലോ. അവ ചേട്ടൻ വണ്ടി വിട്ടോ? നിന്ന് ഞാൻ എടുത്തോളാടേ. എൻ്റെ അടുത്തേക്കല്ലേ നീ വരുന്നത്? എല്ലാ കണക്കും അന്ന് ഞാൻ തീർത്തരും. എൻ്റെ മോള് കരുതിയിരുന്നു. ഓ ആയിക്കോട്ടെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ജാതകങ്ങൾ തമ്മിൽ നോക്കാത്ത കാര്യം ഓർത്തു. ആദ്യം അത് വേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നീട് അയാൾക്ക് മനസ്സിലെന്തോ ഒന്ന് അലട്ടുന്ന പോലെ തോന്നി. അയാളത് ഭാര്യയോട് പറഞ്ഞപ്പോ, രാഘവേട്ട, ഇത്രയൊക്കെ വേവലാതി എന്തിനാ? നമ്മുടെ മക്കളല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കും. പിള്ളേര് സ്വപ്നം കണ്ട് കാത്തിരിക്കുക. ഇനി പോയി നോക്കി അടങ്ങുന്നാണെങ്കിൽ പോയി നോക്കാം. സേതു വേറൊന്നും കൊണ്ടല്ല, നിനക്ക് ഓർമ്മയില്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിൽ നടന്ന ഒരു ദുരന്തം? അത് കേട്ടത് സേതു ഒന്ന് ഭയന്നു പോയി. ശരിയേട്ടാ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ അവരൊരു ജോത്സ്യന്റെ അടുത്ത് പോയി. രണ്ടാളുടെയും ജാതകം നോക്കി. ഹൈ, ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. ഇത് നടന്നാ താലി അണിക്കുന്ന വരൻ മരണപ്പെടും. ഇത് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. അതല്ല, വരാനിരിക്കുന്ന സംഭവങ്ങളെ നേരിടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടത്താം. ഈ സംഭവം പറഞ്ഞു നീലിമയടക്കം എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഇത്രയും നാളും താൻ കണ്ട സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം തകർന്നു. അവൾ നെഞ്ചു പൊട്ടി ഒരുപാട് കരഞ്ഞു. ഒടുവിലൊരു ഉറച്ച തീരുമാനം അവൾ എടുത്തു. എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിന്നു. ഈ വിവാഹം എനിക്ക് വേണ്ട, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുക. രാവിലെ എൻ്റെ വിവാഹം തീരുമാനിച്ച ദിവസം തന്നെ നടക്കട്ടെ. മറ്റൊരു വധുവിന് വേഗം കണ്ടെത്തണം. ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കേണ്ട. അത്രയും പറഞ്ഞ് നീലിമ തിരിഞ്ഞടക്കാൻ തുടങ്ങിയത് പിന്നിൽ നിന്നൊരു അലസി കിട്ടും. നിക്കടിയോടെ, അവിടെ ഒരു പ്രസംഗം. എല്ലാം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്റെ തീരുമാനം കൂടി കേട്ടിട്ട് ഓടി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഞാനൊരു പെണ്ണിനെ കെട്ടുന്നുണ്ടെങ്കിൽ അത് നീലിമയായിരിക്കും. ഇനി അഥവാ വേറെ വല്ലവിടെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓർത്തോ. പിന്നെ രാഹുലിനെ ആരും കാണില്ല. രാഹുലേട്ടൻ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഞാൻ കാരണം ഒരു കുടുംബത്താരെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല ഈ വിവാഹം.
ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇതേ നടക്കൂ. നീ എൻ്റെ കൂടെ ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം നമുക്ക്. വേണ്ടടാ, നിങ്ങൾ രണ്ടും ജീവിച്ചോ, ഞങ്ങൾ മരിച്ചോളാം. ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. നിന്റെ ജീവിതം വെച്ചൊരു പരീക്ഷ നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, പക്ഷേ എൻ്റെ വാക്കിനൊരു മാറ്റവും എന്ന് പറഞ്ഞ് രാഘവൻ അവിടുന്ന് പോയി. എല്ലാവരും വേദനയോടെ ഇരുന്നു. നീലിമ രാഹുലിന്റെ കാല് പിടിച്ച് കരഞ്ഞു. ആരെയും വേദനിപ്പിച്ച് നമുക്കൊരു ജീവിതം വേണ്ടെന്നും എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും രാഹുലേട്ടൻ ആയുസ്സും ആരോഗ്യത്തോടെ ജീവിക്കണമെന്നും പറഞ്ഞ് അപേക്ഷിച്ചു. നീലിമയുടെ കണ്ണീരിന് മുമ്പിൽ രാഹുലിനെ സമ്മതിക്കേണ്ടി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛമ്മ നീലിമയുടെ മുറിയിലേക്ക് വന്നു. അവളുടെ അടുത്ത് നിന്ന് തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, അച്ഛമ്മയുടെ കുട്ടി സങ്കടപ്പെടരുത്. കാലം കുറേ ആയിട്ട് അച്ഛമ്മയുടെ മനസ്സിലൊരു രഹസ്യം ഒളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അത് ഇനിയും നിന്നെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മോളെല്ലാം അറിയണം. ഒരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ പലരുടെയും ഉള്ളിരിപ്പ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീലിമ സംശയത്തോടെ അച്ഛമ്മയെ നോക്കി. മോളെ, അവരെല്ലാം നിന്നെ സ്നേഹിക്കുന്നത് വെറുതെയാ. നിന്നോട് അവർക്കൊന്നുമില്ല. കാരണം നീ അശോകന്റെ മകളല്ല. നീലിമ ഞെട്ടലോടെ അച്ഛമ്മയെ നോക്കി ചോദിച്ചു. അച്ഛമ്മ, പിന്നെ പിന്നെ ആരാ ഞാൻ? ആരുടെ മകളാ ഞാൻ? പറ അച്ഛമ്മേ. നിറകണ്ണുകളോട് അവൾ ചോദിച്ചു. മരിച്ചുപോയ നിഖിലിൻ്റെയും നയനയുടെയും മകളാണ് നീ. അശോകൻ നിന്നെ എടുത്തു വളർത്തിയതാ. നിന്റെ ജാതകദോഷം കൊണ്ട് അവർ മരിച്ചെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. നീലിമയ്ക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. അപ്പം എനിക്ക് ആരുമില്ല. എല്ലാവരും ഇത്രയും നാളെ എന്നെ ഒരു കളിപ്പാവയാക്കിയായിരുന്നു. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ മോളെ, നീ കരയേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. കരഞ്ഞു, നന്നായി കരഞ്ഞു. ഈ കണ്ണീരിലൂടെ നിന്റെ മുഴുവൻ സങ്കടവും പോണം. രാഹുലിൻ്റെ സ്നേഹം സത്യ മോളെ. അതുകൊണ്ടാവും നിന്നെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. പക്ഷേ രാഘവൻ്റെ ദേഷ്യവും വാശിയും അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. എൻ്റെ മോളെല്ലാം മറന്നേക്കും. വിധിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഈ ബന്ധം. അച്ഛമ്മയുടെ മടിയിൽ കിടന്ന് നീലിമ ചങ്കുപൊട്ടി കുറെ കരഞ്ഞു. അച്ഛമ്മ ആവുന്ന വിധം അവളെ സമാധാനിപ്പിച്ച് ഉറക്കിയ ശേഷമാണ് അവിടുന്ന് പോയത്. പിന്നീട് നീലിമ ആരുടെ മുമ്പിലും ചെല്ലാതായി, ആരോടും മിണ്ടാതെയുമായി. അച്ഛമ്മയിൽ മാത്രം ഒതുങ്ങിയ അവളുടെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീലിമയ്ക്ക് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് അച്ഛമ്മയോട് പറഞ്ഞപ്പോൾ, നല്ല കാര്യമാണ് കുട്ടിയെ, നിനക്കൊരു മാറ്റം ആവശ്യം. എൻ്റെ മോള് പൊയ്ക്കോ. അച്ഛമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹം എൻ്റെ മോൾക്ക് എന്നും ഉണ്ടാകും. പിന്നെ മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് അച്ഛമ്മയോട് മാത്രം യാത്ര പറഞ്ഞ് നീലിമ ബാംഗ്ലൂർക്ക് പോയി. നീലിമ പോയതോടെ രാഹുൽ ആകെ തകർന്നു. അവനും അച്ഛമ്മയിൽ അഭയം തേടി. ദേഷ്യവും സങ്കടവും വരുമ്പോൾ അവൻ അച്ഛമ്മയുടെ അരിയിലേക്കാണ് വരുന്നത്. എന്താ കുട്ടിയെ, എന്ത് പറ്റി? ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അച്ഛമ്മയെ. എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ എൻ്റെ മനസ്സ് കാണാൻ ആരുമില്ല. എനിക്കിനി ഒരു വിവാഹം വേണ്ട അച്ഛമ്മേ. എൻ്റെ നീലുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുട്ടിയെ, നിനക്ക് വിധിച്ചതേ നടക്കൂ. നീലുമോളെ നിനക്കിനി കിട്ടില്ല. അത് മനസ്സിലാക്കി ഈ വരുന്നവളെ നീ സ്നേഹിക്കണം. ഒരിക്കലും അതിനെ കണ്ണീര് കുടിപ്പിക്കരുത്. നിന്റെ നീലു അതെന്നെ ആഗ്രഹിക്കുന്നു. അച്ഛമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിൽ വിവാഹത്തിന് സമ്മതിച്ചു. മീര ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അതാണ് രാഹുലിന് വേണ്ടി രാഘവൻ കണ്ടെത്തിയ പെണ്ണ്. വിവാഹം മംഗളമായി തന്നെ നടന്നു. എന്നാൽ വിവാഹത്തിന് മീര പങ്കെടുത്തില്ല. എല്ലാവർക്കും വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. മീര ഗർഭിണിയായി. കുടുംബത്തിലെല്ലാവരും അത് ആഘോഷമാക്കി. ഓളെ പറച്ചമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? മീരമോള് ഗർഭിണിയായ കാര്യം നീ അറിഞ്ഞല്ലോ. അടുത്ത ആഴ്ച അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നീ വരുന്നില്ലേ ഇങ്ങോട്ട്? എത്ര കാലമായി എൻ്റെ കുട്ടിയൊന്ന് കണ്ടിട്ട്. ഞാനില്ല അച്ഛമ്മേ, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ആരെയും മറന്നിട്ടുമില്ല. എൻ്റെ മോൾക്ക് ഇനി എന്നാ ഒരു ജീവിതം ഉണ്ടാകുന്നത്? എത്ര ആലോചന അച്ഛമ്മ പറഞ്ഞു. ഒന്നിനും നീ സമ്മതിക്കില്ല. എന്താ കുട്ടി ഏത്? അച്ചൂട്ടി, ഈ ജന്മം നീലിക്ക് ഒരു വിവാഹ ജീവിതമില്ല. ഇങ്ങനെ ജീവിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആർക്കും ഭാരാവേണ്ട, ബാധ്യതയാവേണ്ട. അതന്നെ വലിയൊരു കാര്യമില്ലേ? അതുകൊണ്ട് വേണ്ട അച്ഛമ്മേ, നീലിമയ്ക്കൊരു വിവാഹ ജീവിതം വേണ്ട. എല്ലാം നിന്റെ ഇഷ്ടം പോലെ അച്ഛമ്മ വെക്കുക. നിറഞ്ഞ കണ്ണോട് അവർ ഫോൺ വെച്ചു. മറുവശം അതേ അവസ്ഥയിൽ നീലിമയും നാട്ടിലെ വിവരങ്ങൾ അച്ഛമ്മ നീലിമയെ അറിയിക്കാറുണ്ട്. നീലിമ പോയിട്ട് ഇതുവരെ ഒരു തവണ പോലും നാട്ടിൽ വന്നിട്ടില്ല. ബാംഗ്ലൂർ ചെറിയ വീട് വാങ്ങി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവൾ. മീരയെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നോക്കൂ രാഹുൽ, മീരയുടെ അവസ്ഥ വളരെ മോശമാണ്. ആവുന്നത്ര ശ്രമിക്കാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാടും. നന്നായി പ്രാർത്ഥിക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാവരും നല്ല പേടിയോടെ നിന്നു. മീരക്കും കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. മീര ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്ത ശേഷം മരണത്തിന് കീഴടങ്ങി. രാഹുലാകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അവനൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഈ വിവരം നീലിമ അറിഞ്ഞു. ഓളെ, ഇനിയെങ്കിലും വന്നൂടെ നിനക്ക്? വയ്യാച്ചമ്മേ, എനിക്ക് ആരുടെ അവസ്ഥയാണ് വയ്യ. അതുകൊണ്ട് ഞാൻ വരില്ല. അത്രമാത്രം പറഞ്ഞ് നീലിമ ഫോൺ കട്ട് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. രാഹുൽ ഒരു രോഗിയായി മാറി. മകൾ രശ്മിക്ക് 4 വയസ്സ്. നീലിമയെ കാണാൻ രാഹുൽ ഏറെ ആഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് അമ്മയില്ല.
നീലിമയ്ക്ക് എൻ്റെ മകളുടെ അമ്മയാവാൻ കഴിയും. അവൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഒന്ന് വിളിക്കാമോ അവളെ? രാഹുൽ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. നീലിമ പോയിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. രാഘവേട്ട, നമുക്ക് നീലിമോളെ വിളിക്കാം. അവൾ വന്നാൽ മാത്രമേ ഈ ദുരിതങ്ങളും സങ്കടങ്ങളും അവസാനിക്കൂ. ആ കുട്ടിയോട് ചെയ്തു പോയ തെറ്റിന് ദൈവം തന്ന ശിക്ഷയായത്. ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അതിന് ഒരുപാട് വേദനിപ്പിച്ചു. ഇനി വേണ്ട, അതിനോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാം. സേതു, ഞാനും അതന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ക്ഷമിക്കാൻ ആ കുട്ടി തയ്യാറാവൂ? അത്രയ്ക്ക് വേദനിപ്പിച്ചല്ലേ? തയ്യാറാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കൂടി പറഞ്ഞ അവസാനം നീലിമ നാട്ടിലെത്തി. രാഹുലിനെ കാണാൻ എല്ലാവരും നിർബന്ധിച്ചു. അങ്ങനെ നീലിമ രാഹുലിന്റെ അരികിലെത്തി. നീലു, പരസ്പരം അവർ നോക്കി. കഴിഞ്ഞുപോയ വസന്തകാലത്തെക്കുറിച്ച് അവർ ഓർമ്മകൾ അയവിറക്കി. എൻ്റെ മോൾക്ക് അമ്മയില്ല. നീലു, നിനക്ക് പറ്റുമോ എൻ്റെ മോൾക്ക് അമ്മയാവാൻ? പറ്റും. ഇനി രശ്മിക നമ്മുടെ മകളാണ്. ഇനി ഞാൻ ഇന്നും കൂടെ ഉണ്ടാവും. രാഹുലേട്ടൻ ജോലിക്ക് പോകണം. നീലിമ പറഞ്ഞിട്ട് എല്ലാവർക്കും സന്തോഷമായി. മോളെ, ഇനി വൈകിക്കണ്ട. എത്രയും വേഗം നീയും രാഹുൽ നമ്മളെ വിവാഹം നടക്കണം. രാഘവൻ പറഞ്ഞു കേട്ട് എല്ലാവരും അത് ശരിവെച്ചു. അത് വേണ്ട മാവ. അച്ഛനും അമ്മയായിട്ട് ഞങ്ങൾ ഇന്നും രശ്മി മോൾക്കൊപ്പം ഉണ്ടാവും. പക്ഷെ മനസ്സുകൊണ്ട് മാത്രമായിരിക്കും ഞങ്ങൾ ഭാര്യയും ഭർത്താവും. ഒരു താലിച്ചാട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കില്ല. ഇതെന്റെ തീരുമാനമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് മോളെ എടുത്ത് നീലിമ പുറത്തേക്ക് നടന്നു.